ഈസിയായി നേടൂ വള്ളുവനാട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും. എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്. ബൈക്കാണ് ഓടിക്കുന്നത്, വണ്ടി നമ്പരും ഉണ്ട്, ഹെൽമെറ്റ് വെച്ചിട്ടില്ല, അതിന് വച്ചിട്ട് മോനെ എങ്ങോട്ടാണ് നിന്റെ യാത്ര? അവിടെ നിക്കടേന്ന് ട്രാഫിക് പോലീസുകാരൻ. എന്നാ സാറേ ഞാൻ ഈ വഴിക്ക് പോയ എന്താ കുഴപ്പമെന്ന് പയ്യനും. ഹെൽമെറ്റ് ഒന്നും വെക്കാതെ ആണോടാ നീ 2 വീലറിൽ യാത്ര ചെയ്തേ? ഫൈൻ അടച്ചിട്ട് പോയാ മതിന്ന് വീണ്ടും ട്രാഫിക് പോലീസുകാരൻ. ബൈക്കാണ് ഓടിക്കുന്നത്, വണ്ടി നമ്പരും ഉണ്ട്, ഹെൽമെറ്റ് വെച്ചിട്ടില്ല, അതിന് വച്ചിട്ട് അങ്ങനെ ഇവരിരുവരും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ചൂട് പിടിച്ചു വരുമ്പോഴാണ് നമ്മൾ ആ കാര്യം മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിനും കണ്ടുകൊണ്ടിരുന്ന നമുക്കൊക്കെ അക്കടി പറ്റി. കാരണം പയ്യൻ വന്നിരുന്ന ഒരു സ്കൂട്ടറിലായിരുന്നില്ല, മറിച്ചതൊരു സൈക്കിളായിരുന്നേ. ഇപ്പൊ എങ്ങനെ ഇരിക്കണു? ഇതൊരു വെറൈറ്റി സൈക്കിൾ തന്നെ. സ്കൂട്ടർ ആണോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറയേണ്ടി വരും, സൈക്കിൾ ആണോ എന്ന് ചോദിച്ചാൽ അതിനും അതേന്ന് പറയേണ്ടി വരും. എന്നാൽ ഇത് സ്കൂട്ടർ ആണോ സൈക്കിൾ ആണോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു ഉത്തരം പറയാനും ഉണ്ടാവില്ല. വേണമെങ്കിൽ സ്കൂട്ടറിനെയും സൈക്കിളിനെയും ഒക്കെ ഹൈബ്രിഡ് എന്നൊക്കെ വിളിക്കാം അല്ലെ. എന്തായാലും ഈ പയ്യൻ ആളൊരു മിടുക്കനാണ്. ഒറ്റ നോട്ടത്തിൽ സ്കൂട്ടർ എന്ന് തോന്നിക്കുന്ന രീതിക്ക് നല്ല അടിപൊളിയായിട്ടല്ലേ അവൻ ഈ സ്കൂട്ടറും സൈക്കിളും ചേർന്നിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്. പിള്ളേരുടെ ഇത്തരം ക്രിയേറ്റിവിറ്റികളെയൊക്കെ നമ്മൾ മാനിക്കണം, നല്ല കട്ട സപ്പോർട്ടും കൊടുക്കണം. വളർന്നു വരുന്ന വലിയ വലിയ ആൾക്കാരാണ് ഇവരൊക്കെ. പയ്യൻസിന്റെ ഈ ഒരു ക്രിയേറ്റീവ് വണ്ടിക്കൊപ്പം നമുക്ക് ഇഷ്ടമായത് വണ്ടിയുടെ കളറാണ് കേട്ടോ. ചെറിയ പ്രായത്തിൽ മിസ്റ്റർ ബീന്റെ കാർട്ടൂണുകൾ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ വണ്ടിയുടെ കളർ കണ്ടപ്പം ആ ഒരു കാറായിരിക്കും ഓർമ്മ വന്ന് കാണാം. ഒരുപക്ഷെ ചെറുപ്പത്തിൽ ഇവനും മിസ്റ്റർ ബീൻ ഫാനൊക്കെ ആയിരുന്നിരിക്കണം. ആരായാലും നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു പയ്യനാണ് ഈ പയ്യൻ. എവിടെയുള്ള ആളാണെങ്കിലും ഇവന്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഇവന് കട്ട സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെയൊക്കെ നല്ല അടിപൊളി പ്രോത്സാഹനം കൊടുക്കുമ്പോഴല്ലേ പിള്ളേര് ഹാപ്പി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. അല്ല, നമ്മൾ അടിപൊളിയായിട്ട് പ്രോത്സാഹിപ്പിച്ചാലല്ലേ പിള്ളേര് നല്ല കിടുവായിട്ട് കേറി പോകുള്ളൂ മുകളിലേക്ക്. ബൈക്കാണ് ഓടിക്കുന്നത്, വണ്ടി നമ്പരും ഉണ്ട്, ഹെൽമെറ്റ് വെച്ചിട്ടില്ല, അതിന് വച്ചിട്ട് ഇനി ദൈവത്തിനെ വിളിക്കണ്ട, നമ്മള് താഴെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് 2 കുടുംബം അനാഥപ്പെട്ടേനെ. ഇവിടെ സ്പീഡ് ബ്രേക്കർ ഉണ്ട്, അയാളല്ല അത് പോവില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ പെൺകുട്ടി ഡ്രൈവ് ചെയ്ത സൈഡിലിങ്ങനെ ആ ഭാഗ്യം എനിക്കായിരുന്നു. നിർഭാഗ്യം എനിക്ക്. ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സാധനമുണ്ട്, അതെനിക്ക് മറക്കാൻ പറ്റില്ല. എല്ലാം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛൻ ഏട്ടന്റെ മുന്നിൽ വെച്ചിട്ടാ. ഒരു 8 9 ഉണ്ട് ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംഭവം. അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു ഇവന് കൃഷിയായിരുന്നു, കൃഷിന്ന്. ഏട്ടൻ എന്നെ നോക്കി, ഏട്ടൻ നോക്കിയിട്ട് കൃഷി താല്പര്യം ഉണ്ടോ നിനക്കെന്ന് വെച്ചു. അപ്പൊ അച്ഛൻ എടാ കിഴങ്ങ, ആ കൃഷിയല്ല പെണ്ണുങ്ങളുടെ കൃഷി. ഇപ്പൊ ഞാൻ പെണ്ണുങ്ങളുടെ കൃഷി നിർത്തി. അപ്പൊ എനിക്ക് ശരിക്കുള്ള കൃഷിയിലോട്ട് താല്പര്യം വന്നു തുടങ്ങി. എന്റെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന പൊതുവെയുള്ള ഓർഗാനിക് ഒക്കെ പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഫുൾ ടൈം വീട്ടിൽ ക്വാറന്റൈൻ ഇരിക്കുന്ന ഒരു അനിയനാണ് എന്നുള്ളത് വിനീത് തന്നെ പറഞ്ഞു. അതെ, അത്ര എക്യുപ്ഡ് ആയിരിക്കും ഞാൻ. 2 ടൺ കേസ് ബിയറും. ഞാൻ പൊതുവെ സിനിമയൊന്നും കാണാത്ത ആളാണ്. ഞാൻ ലവ് ആക്ഷൻ പോലും തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. മാത്രമില്ല, എന്നാൽ പോലും ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് തന്നെ കിടന്നുറങ്ങും ആ പടം കണ്ടിട്ട്. എല്ലാ ക്യാരക്ടർ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ക്യാരക്ടർ നോക്കി പിക്ക് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഇറങ്ങി 4-5 പടം അതേപോലെ ഒഴുകി അങ്ങ് പൊട്ടിപ്പോയി. ഇപ്പം അച്ഛൻ്റെ ഒരു സിറ്റുവേഷൻ ആണ്, ആരോഗ്യം വളരെ മോശമായിരുന്ന ഒരു സിറ്റുവേഷൻ വന്ന ഒരു ഫോട്ടോ ആണോ ഇപ്പോഴുള്ളത് തന്നെയാണ്? ബെറ്റർ ആണോ? ആ പിന്നെ മച്ച് ബെറ്റർ. ഇടക്കിടക്ക് പോയി ആശുപത്രി പോയി അതുകൊണ്ട് എനിക്ക് ആശുപത്രിക്കാർക്ക് കുറെ ആറ്റിറ്റ്യൂഡാന്ന് തോന്നുന്നു കാണുമ്പോ തന്നെ. ഇൻട്രിക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു ടീസർ. അപ്പം ഈ ടീസറിൽ കാണുന്ന വളരെ ഹോട്ട് ഇന്റിമേറ്റ് സീൻസ് ഓൾസോ വിത്ത് യു ഇറ്റ്സെൽഫ്. അത് ഹോട്ടായിരുന്നു. ദുർഗയും ഞാനും തമ്മില് നമുക്കിടയിൽ ഒരു കംഫർട്ട് പരിപാടി ഉണ്ട്. അവളായതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ഇതൊക്കെ ക്യാമറ ട്രിക്ക് ആണെന്നൊക്കെ. കുറച്ച് വിവരം വെച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഒറിജിനൽ ആണ്. അന്ന് തൊട്ടാണ് എനിക്ക് സിനിമയോട് ഭയങ്കര ഒരു അടുപ്പവും ഒരു പാഷനൊക്കെ തുടങ്ങിയത്. വണ്ടി അല്ലാണ്ട് തന്നെ കേറിക്കോളും. ഈ കയറ്റം എങ്ങനെ ഗിയർ ഇടാതെ കേറുക ഒന്ന് പറഞ്ഞു. ഈസിയായി നേടൂ വള്ളുവനാട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും. എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്.